അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ പഴുത്ത നേന്ത്രപ്പഴക്ക് എന്ത് ചെയ്യും എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കോഴിമുട്ട, ഒരു ബ്രെഡ്, പിന്നെ അതുപോലെ തന്നെ ഒരു ബൗള് മൈദയാണ്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിമുട്ട ഒഴിച്ചു കൊടുത്തു. പിന്നെ അതേപോലെ ബ്രെഡ് ഇങ്ങനെ പീസാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബനാന കട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവട്ടോ. ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കൊരു പാനിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബ്രെഡിന്റെ ഈ റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു സൈഡ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് മറച്ചിടാം. എന്നിട്ട് ഇതാ ഓരോന്നായിട്ട് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അപ്പം